ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടി വൈകുന്നത്. സോ നമുക്കിനി റെഗുലറായിട്ട് ഡെയിലി വീഡിയോ ഇടാൻ ശ്രദ്ധിക്കുക. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ ഹൈപ്പ് എടുക്കാനും മറക്കരുത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സെയിനും അതുപോലെ തന്നെ എയ്സും കൂടെ അവിടെ ക്യാബിനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ വോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ അങ്ങോട്ടേക്ക് അവൻ്റെ വൈസ് പ്രസിഡന്റ് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് സുപ്രീമോനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഫ്രൈഡേ പ്ലാന് കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ. അപ്പോൾ സുപ്രീമോ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സെയിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ പ്ലാനും കാര്യങ്ങളും റെസ്പെക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. എയ്സിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ മറ്റാൾ മറുപടിയും കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ മിസ് കാത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് സൺഡേ പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എയ്സ് ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എന്ത് കാര്യം നിങ്ങൾ എനിക്ക് സാധിച്ചു തരുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അതിനല്ലേ ഞങ്ങളിവിടെ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. കൂടാതെ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നിങ്ങൾ എന്താ കാട്ടുന്നതെന്നുള്ള മിസ് കാത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. എയ്സും നമ്മുടെ സെയിനും ഒരേ സമയം എപ്പോഴും ഒരുമിച്ചാണല്ലോ. സോ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പേസ് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് നമ്മുടെ സെയിൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്, പറയുന്നതൊന്നും ശരിയല്ല എന്നൊന്ന് നിർത്താൻ വേണ്ടിയിട്ട് എയ്സ് പറയുന്നുണ്ടായിരുന്നു. കാറ്റും അതുപോലെ തന്നെ പ്രസിഡന്റും കൂടെ അവൻ്റെ എല്ലാ സ്ഥാനത്തെക്കുറിച്ച് സെയിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അവനൊരു ലവോ റിലേഷനോ കാര്യങ്ങളോ ഒന്നും പാടില്ല, അവൻ്റെ ഒരു വീക്ക്നെസ്സും കാര്യങ്ങളും പാടില്ല, നല്ലൊരു പദവിയാണ് അവ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നത്തെ സുപ്രീമോക്ക് പറ്റിയ ഓരോ അബദ്ധങ്ങളും ഇദ്ദേഹത്തിന് പറ്റരുത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് റൊക്സാന വരുന്നുണ്ടായിരുന്നു. റൊക്സാന വന്നിട്ട് ഇവരോട് പരസ്പരം നേരിട്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ റിലേഷൻ ആണോ എന്നുള്ള കാര്യം. ഇത് പബ്ലിക്കാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സെയിൻ പറയാൻ വരുന്നുണ്ടായിരുന്നു അല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ എയ്സ് അവളോട് പറയുന്നുണ്ടായിരുന്നു യെസ് ഞങ്ങൾ റിലേഷനിലാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ പ്രസിഡന്റും അതുപോലെ തന്നെ മിസ് കാത്തും ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം ഇതിനെ തുടർന്നിട്ട് എന്ത് പൊല്ലാപ്പാണ് ഇനി വരാൻ പോകണമെന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻസ്ഡാണ്. അപ്പോൾ റൊക്സാന പറയുന്നുണ്ടായിരുന്നു ഈ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാരെല്ലാവരും സ്റ്റുഡൻസ് എല്ലാവരും നിങ്ങൾ രണ്ടുപേരും പരസ്പരം റിലേഷൻ ആണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, സുപ്രീമോ എല്ലാ പദവിയും നഷ്ടപ്പെടുത്താൻ തയ്യാറാണോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ സെയിനാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടുണ്ട് ഇവൾ പബ്ലിക് ആക്കുമോ എന്നുള്ള രീതിയിൽ. സെയിനാണെങ്കിൽ ഓടി വന്നിട്ട് അവളുടെ കാലിൽ വീണിട്ട് ഇത് പുറത്ത് പറയരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈസ് പറയുന്നുണ്ടായിരുന്നു നീ എന്തിനിങ്ങനെ അവളെ കാലിൽ വീഴുന്നത്, എനിക്ക് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ അവളെ ഇങ്ങനെ റെസ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ അവളെ രീതിയിൽ താഴ്ന്നു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഈസ് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ മിസ്കാത്ത് ചീറുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഇനി എന്തൊക്കെ അനർത്ഥങ്ങൾ നമ്മൾ അനുഭവിക്കണം, ഇങ്ങനെ നിങ്ങൾ തമ്മിൽ റിലേഷനും കാര്യങ്ങളൊക്കെ പുറത്താണ് എന്തൊക്കെ നമ്മൾ നേരിടണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ എയ്സും അതുപോലെ തന്നെ സെയിനും കൂടെ പുറത്തേക്ക് ലൈബ്രറിയിലേക്ക് പോയിരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ സെയിന് അവനോട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് രണ്ടുപേർക്കും റിലേഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. കാരണം സുപ്രീമോൻ്റെ ലൈഫിൽ ഇനി ഞാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും വരും, അതൊന്നും താങ്ങാനോ അല്ലെങ്കിൽ സുപ്രീമോ വിഷമിച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. സോ അതൊന്നും എനിക്ക് കാണാൻ താല്പര്യമില്ലാന്ന്. പക്ഷേ നമ്മുടെ സുപ്രീമോ ആണെങ്കിൽ നീയാണ് എനിക്ക് ഏറ്റവും വലുത്, നീ ഇന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഏതറ്റം വരെയും പോവും ഡാർലിംഗ് എന്നൊക്കെ വിളിച്ച് സംബോധന ചെയ്തിട്ടാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ സുപ്രീമോ നമ്മുടെ സെയിനെ ഡാർലിംഗ് എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ ഇവൾക്കാണെങ്കിൽ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇവർക്ക് പരസ്പരം രണ്ടു പേർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങൾ കൊണ്ട് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, എങ്ങനെ പ്രവർത്തിക്കും, നമ്മുടെ സുപ്രീമോൻ്റെ സ്ഥാനവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ടെൻഷനും കൊണ്ട് തന്നെ ഇവൾക്ക് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു ലവ് ചെയ്യാൻ പോലും ഇവിടെ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ സെയിൻ അവിടെ ഇങ്ങനെ കരഞ്ഞു നിൽക്കുമ്പോൾ കണ്ണുനീരും കാര്യങ്ങളൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ പരസ്പരം കിസ് ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് റൊക്സാന വരുന്നുണ്ടായിരുന്നത്. റൊക്സാന ഇത് കണ്ട പാടനെ റൊമാൻസ് കിസ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് അവിടെ കുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ എയ്സിനോട് ഓരോ കാര്യങ്ങളെ കുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിന് മുന്നേ നടന്ന സുപ്രീമോക്ക് നടന്ന കാര്യം എന്താണെന്ന് അറിയാമെന്ന്. ആ സമയത്ത് സുപ്രീമോ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇതൊരു മരണപ്പെട്ടില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു നീ എന്നെ കൊന്നില്ല എന്ന് എനിക്ക് വലിയ നഷ്ടമാവും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്നപ്പോൾ തന്നെ തീർത്തേക്കാന്ന് എയ്സ് പറഞ്ഞിട്ട് കത്തി പോക്കറ്റിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും കണ്ടിട്ട് റൊക്സാന ഇതാ ഒരു കത്തിയല്ലേ, എന്തോ ഒരു സീക്രട്ടോ കാര്യങ്ങളോ അവൾക്ക് അറിയാം, പക്ഷെ അത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് മുന്നേ തന്നെ എയ്സ് 1 2 3 പറഞ്ഞ മുന്നേ പോയിട്ടില്ലെങ്കിൽ അവൾക്ക് അത് തീരുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ടായിരുന്നേ. പിന്നീടാണെങ്കിൽ നമ്മുടെ എയ്സും അതുപോലെ തന്നെ ജെന്നും കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് എയ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സെയിന് പറയുന്നുണ്ടായിരുന്നു ഇപ്പം തന്നെ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട്, സോ എനിക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, സോ എനിക്ക് ക്ലാസ് കയറണം എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ എയ്സ് പറയുന്നുണ്ടായിരുന്നു ഡാർലിംഗ് നമുക്ക് ഒരുമിച്ച് ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യണം, നമുക്ക് ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കണം എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ സിനിമ ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട്, ഇത്രയ്ക്കൊന്നും വേണ്ട, എന്തായാലും ഞാൻ ക്ലാസ് പോയി അറ്റൻഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കും കാര്യങ്ങളൊക്കെ അവൻ്റെയൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. പക്ഷേ ഒരു ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധർ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ ഒരു മൊമെൻറ്റ്സിൽ ഇവർ നല്ല രീതിയിൽ ഹാപ്പിയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ തിരിച്ച് പോകുന്ന സമയത്താണെങ്കിൽ അങ്ങോട്ടേക്ക് നാസർ ലൂമിയും അതുപോലെ തന്നെ നമ്മുടെ നിക്കും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ സെയിനെ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിടാൻ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശബ്ദം പുറത്തേക്ക് പോകാത്ത രീതിയിലൊക്കെ പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ നിന്നെ ജസ്റ്റ് ഒന്ന് മാറ്റിയാണ്, നീ നാളെ നമ്മുടെ എയ്സിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ എനിക്ക് പോകണം, എയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ
ഇപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവനെ പ്രപ്പോസ് ചെയ്യണം എന്നുള്ള രീതിയിൽ, അപ്പോൾ അക്സെപ്റ്റ് ആക്കണം എന്നുള്ള രീതിയിൽ അവൻ്റെ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഇവർ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചിട്ട് അവൾക്ക് എന്തായാലും പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു, നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, അത് നമ്മുടെ എയ്സിന് അവൻ്റെ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര തടസ്സമായിട്ട് മാറും, അവന് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് റേസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവനാണെങ്കിൽ വേണമെങ്കിൽ അവൻ്റെ ഗോഡൗണിലേക്ക് മാറ്റാന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാസർ ലൂമിയ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്താ നമ്മുടെ നിക്കി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ചെറിയ വേറെ എന്തെങ്കിലും പ്ലാനിൻ്റെ ഭാഗമായിരിക്കും ഇനി അവൻ ആ രീതിയിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അവൾ പറയുന്നത് നമ്മുടെ നാസർ ലൂമിയ പറയുന്നുണ്ടായിരുന്നു, ആ രീതിയിലുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മളെ സഹായിക്കാൻ വേണ്ടി നോക്കുകയാണ്. കാരണം നമ്മുടെ എയ്സ് നമുക്ക് 2 ടീമുകാർക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം അറിയാലോ എന്ന്. അപ്പോൾ നമ്മുടെ സെയിൻ ഇവിടെ കിടന്ന് പെടയുന്ന സമയത്താണെങ്കിൽ നമ്മുടെ മാറ്റ് അത് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് മാറ്റിനോട് രക്ഷിക്കാൻ വേണ്ടി പറയുമ്പോൾ മാറ്റ് പറയുന്നുണ്ടായിരുന്നു, അവളെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ, അവളെ ഒന്ന് വിടുന്നുള്ള രീതിയിൽ പറയുമ്പോൾ പിന്നെ കാര്യം അവനും കത്തിയിട്ടുണ്ട്, കാരണം അവൾക്ക് കാര്യം അറിയാം. അപ്പോൾ ഇവങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എയ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, നീ ഇഷ്ടപ്പെടുന്ന ആരാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കാര്യം ചെയ്തേ മതിയാവും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കേട്ടോ, നീ ഇഷ്ടപ്പെടുന്ന ഒരാളെ വിഷമിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈ കാര്യം നടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിലും കൂടെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മാറ്റ്. പക്ഷേ ഇവളെ രക്ഷിക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സെയിൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, മാറ്റാണെങ്കിൽ ഇവരുടെ കൂടെ ചേർന്ന് തന്നെ ചതിക്കുകയാണ്, തന്നെ ഒന്ന് രക്ഷിക്കാൻ പോലും നോക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നുണ്ടായിരുന്നത്. അവരുടെ ഉള്ളിൽ ചെറിയൊരു ആ ഒരു പ്രശ്നവും കാര്യങ്ങളും കുടുങ്ങിയിട്ടാണ്. കാരണം പിറ്റേ ദിവസം എയ്സിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. സോ അതിന് പോകണ്ടാത്ത രീതിയിൽ മാറ്റ് ഇവരുടെ കൂടെ നിൽക്കുകയാണെന്നാണ് ചിന്തിക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നതാണ് ഈ ജെറോമിനെയാണ്. ജെറോം ആണെങ്കിൽ രാത്രി സമയത്ത് ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ്, വേറെ എങ്ങോട്ടില്ല, ആ ഒരു ജയിലിലോട്ടാണ്. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ജയിലിൽ എയ്സ് ഒരു കുറ്റകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ജയിലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ജയിലിലോട്ട് പോകുന്നതാണ്. ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി പങ്ങിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ നമ്മൾ ജെറോമിൻ്റെ കയ്യിലാണെങ്കിൽ അതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ നമ്മുടെ ജെറോം ആണെങ്കിൽ കീയിൽ ഡോറും കാര്യങ്ങളൊക്കെ തുറന്ന് അകത്തേക്ക് പോയി വരുന്നുണ്ടായിരുന്നു. വരുന്ന സമയത്താണെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരുന്നു പതുക്കെയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ വയലറ്റ് മാഡത്തെയാണ്. വയലറ്റ് മാഡ് ആണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. അവനോട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു ഹെൽ യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു യുദ്ധം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കാര്യമാണെങ്കിൽ ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങത്തെ ആൾക്കാർക്കോ അതോ ഡേവിൽ ഗോഡ് വാരിയേഴ്സിനോ അറിയുകയില്ല. സോ നീ അത് അവരെ അറിയിക്കരുത് എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറയുന്നത്, നീ അവരെ അറിയിക്കില്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ് നിനക്കതിനെ സാധിക്കുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ അവനൊന്ന് പൊക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമില്ല, നമ്മുടെ നിക്കിയുടെ ടീമിലൊക്കെയുള്ള ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങിലുള്ള ലൂക്കിനോടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യാത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഹൈപ്പ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ ബൈ.